ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ ഒരു ചുവട് കട്ടിയുള്ളൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 500 മില്ലി പാൽ ഒഴിച്ചു കൊടുക്കണം. പാൽ തന്നെ വേണമെന്നില്ല, പാൽപ്പൊടി ആണെങ്കിലും മതി. പാൽപ്പൊടി ആണെങ്കിൽ 1 കപ്പ് പാൽപ്പൊടി 1 കപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 150 ഗ്രാം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ചിലപ്പോൾ പാല് തിളച്ച് ചാടിപ്പോവും. അതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ പാല് കരിഞ്ഞ് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് ഫുൾ ഫാറ്റ് മിൽക്കാണ്. ഫുൾ ഫാറ്റ് മിൽക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നാടൻ പശുവിൻ്റെ പാല്, പാക്കറ്റ് പാലല്ല. പാക്കറ്റ് പാലിലെ ഫാറ്റ് റിമൂവ് ചെയ്തിട്ട് വരുന്നതാണ്. നല്ല നാടൻ പാലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കാൻ. ഇപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ലൈറ്റ് യെല്ലോ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞൊരു ഹാഫ് ആവണം. ഇപ്പോൾ പാലിൻ്റെ അളവ് കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു പകുതിയോളം ആയിട്ടുണ്ട്. നമുക്കിത് കുറച്ചും കൂടി ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പം നന്നായിട്ട് അളവ് കുറഞ്ഞിട്ടുണ്ട്, നല്ലപോലെ കുറുകിയും വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പാകം മതി കണ്ടൻസ്ഡ് മിൽക്കിന്. ഇനി നമുക്ക് 1 നുള്ളു സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് നല്ല തിക്കാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കണ്ടെയ്നറിലോട്ടോ ഒരു ബോട്ടിലോട്ടോ മാറ്റാം. ഇത് നമുക്ക് നന്നായിട്ട് അടച്ച് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ ഒരു 3 മാസം വരെ വെക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്